ആ ഒരു പരിഭവം എല്ലാം തന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് പുറമേ നിന്ന് കാണിക്കാതെ സാഹചര്യങ്ങളും എന്തും ആയിക്കോട്ടെ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇപ്പോൾ എന്തും ആയിക്കോട്ടെ അപ്പോൾ അത് തരണം ചെയ്ത് നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോകാമെന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഡിവൈൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിലവിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർ നിങ്ങളുടെ സ്നേഹം ശരിക്കും അറിയുന്നുണ്ട്. പക്ഷെ അവരൊരു നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും തുടിക്കുന്നുണ്ട് വരണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്താ പറയുക, അവരുടെ ഒരു സ്നേഹം നമുക്ക് കിട്ടണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ ഒരു നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുന്നത്. പലപ്പോഴും നിങ്ങൾ വിട്ടിട്ട് പോകുന്നുള്ളൊരു ഭയവും ആ ഒരു പേഴ്സണുണ്ട്. പക്ഷേ നിങ്ങളിപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് ആ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിട്ടിട്ട് പോവോ എന്നുള്ളൊരു ഭയമാണ് ആ പേഴ്സൺ ഉള്ളത്. അപ്പോൾ അവരുടെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുക എന്നാണ് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നോക്കാൻ നേരത്ത് ഈ ബന്ധത്തിലൊരു ഉറച്ചൊരു തീരുമാനം ഈ പേഴ്സൺ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു പേഴ്സൺ എന്ത് ചെയ്താലും അതിന് വിപരീതമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ ഈ പേഴ്സൺ ആ ഒരു അവരുടെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഈ ബന്ധത്തിൽ എന്താണ് തീരുമാനം എടുക്കുന്നത്, ഒരു നല്ലൊരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഒരുപാട് ആൾക്കാരുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ശ്രമിക്കുമ്പോൾ ഈ പേഴ്സണ് പല ആൾക്കാരിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ എപ്പോഴാണ് ഇതൊരു എൻഡിങ് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നതെന്നാണ് ഡിവൈൻ പറയുന്നത്. അപ്പോൾ അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് പറയുന്നത് സെൽഫ് ലവ് ചെയ്യുക. കാരണം അവർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു വാല്യൂ കൊടുക്കുക. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ആ പേഴ്സണ് അവർ ഈ ബന്ധത്തിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ നേരത്ത്, അതായത് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അവരോടുള്ള വാശിക്ക് മാത്രം ചെയ്യുന്നതല്ല, പകരം നമ്മൾ ആ ഒരു പേഴ്സണ് ഒരു സ്നേഹം കൊടുക്കുന്നതും അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്നതും അതുപോലെ ഈ ബന്ധത്തിലുള്ള ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊന്നും ഒതുക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ്. അപ്പോൾ അതവർക്ക് കൂടുതലായിട്ടും ഈ ബന്ധത്തിൽ ഒരു ക്ലിയർ ആക്കി വിടാൻ പറ്റും. അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിൽക്കുന്ന ഒരു പ്രശ്നങ്ങൾ എന്താണോ അത് മാറ്റിവിടാൻ സാധിക്കും. അപ്പം നിലവിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും വിളിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിറ്റുവേഷൻ വഷളായി പോവുകയുള്ളൂ. അതാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഇതിൻ്റെ അകത്ത് ഒരുപാട് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം സെൽഫ് ലവ് ചെയ്യുക എന്നാണ്. നമ്മുടെ കാര്യങ്ങളിൽ കുറച്ച് പ്രയോറിറ്റി കൊടുത്ത്